ഒക്ടോബർ അവസാനത്തോടുകൂടി തോമസ് ഉമ്മൻ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതായിരുന്നു വിളിച്ചറിയിച്ചിരുന്നത്. ഒക്ടോബർ അവസാനത്തോടുകൂടി ലീവ് കിട്ടും, മക്കൾക്ക് സമ്മാന പൊതികളുമായി എത്തുമെന്നുള്ള അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അകാലത്തിലുണ്ടായിരിക്കുന്ന വിയോഗം ഉൾക്കൊള്ളാൻ ഈ കുടുംബാംഗങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. വലിയ ദുഃഖഭരിതമാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ ഒരു സാഹചര്യം. ഇപ്പോൾ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളുമൊക്കെ ഇവിടെ പ്രത്യേകമായി പ്രാർത്ഥന നടത്തുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. വീടിന് അകത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് കാണാം. മെഴുകുതിരികളൊക്കെ കത്തിച്ചു വെച്ച് അവരുടെ മതപരമായ രീതിയിൽ അവർ പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി ഇപ്പോൾ ഇവിടെയുണ്ട്. അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. സംസ്കാരമൊക്കെ എങ്ങനെ തീരുമാനമായോ? എന്താണ്? ഞായറാഴ്ച ഓടി വന്നിട്ട് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെക്കുക. നാളെ 4 മണിക്ക് അത് ഇവിടെ വീട്ടിൽ മൊബൈൽ മോർച്ചറിയിൽ വെക്കുക. അത് ഞായറാഴ്ച 2 മണിക്ക് വീട്ടിലെ ശുശ്രൂഷ, അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാം. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെല്ലാ ഭാഗത്തും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എങ്ങനെയാണ് ഇത് അറിഞ്ഞതൊക്കെ? എങ്ങനെ? എൻ്റെ മകനൊക്കെ വീട്ടിലുണ്ടായിരുന്നു. വിളിച്ച് അങ്ങനെ പറഞ്ഞത് വീട്ടിൽ പറയരുത്, ഇന്ന പോലും ആളുണ്ട് എന്നുള്ള അറിവായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ മലയാളി നഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു, അവരിൽ നിന്ന് അറിഞ്ഞ്. നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ മുതൽ ഇവിടെ പൊതുദർശനത്തിന് അവസരമുണ്ടാകും. അതിനുശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിലെ ശുശ്രൂഷ തുടങ്ങും. അതിനുശേഷം 3 മണിയോട് അല്ലെങ്കിൽ 3:30 ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. പിന്നീട് തുടർന്ന് അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം കുടുംബക്കല്ലറയിലാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.